നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതിന്റെ ഉത്തരവാദിത്തം ഗോപിയേട്ടൻ ഏറ്റെടുത്താലേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? ഒരു മകന്റെ കല്യാണം എങ്ങനെയാ നടത്തേണ്ടതെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു തരണോ? ആദ്യം വേണ്ടത് എന്താ? അവന് ചേരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം. അതിനൊരു ദല്ലാളിനെ കണ്ടുപിടിച്ച് കാര്യങ്ങൾ പറയണം. എന്റെ പാർവതി, ഇപ്പൊ ദല്ലാളെന്ന് പറഞ്ഞ കാറ്റഗറി അന്യം നിന്ന് പോയി. ഇപ്പൊ ദല്ലാളന്മാരൊന്നും ഇല്ല, എല്ലാം മാട്രിമോണിയൽ സൈറ്റിൽ കൂടിയാ. അതിൽ കയറി രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ പിന്നെ അതങ്ങോട്ട് ചെയ്യുന്നേ. പ്രണവിന്റെ 2-3 നല്ല ഫോട്ടോസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്ക്. നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് കാണുമ്പോ തന്നെ നല്ല ആലോചനകൾ ഇങ്ങോട്ട് വരും. അതെ, ഞാൻ അറിഞ്ഞിരുന്നു. എന്തായാലും ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ അന്വേഷിക്കാം. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്ലീസ് ഷാരി, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി. എന്ത് പറ്റി വസു? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ? വൈകുന്നേരം ആയതിൽ പിന്നെ ഫോൺ നിലത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. അറിയാവുന്നവര് ഒരു പരിചയം ഇല്ലാത്തവരുമായിട്ട് 100 കണക്കിന് ആൾക്കാരാ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ വസു പ്രശ്നം? കാര്യം എന്താന്ന് പറ. അല്ല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. ഏട്ടന്റെ മരുമോള് ഈശ്വരമംഗലം കുടുംബത്തിനെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തിട്ട് അടങ്ങൂന്ന് പ്രതിജ്ഞ എടുത്തിട്ട് ഇറങ്ങിയിരിക്കുകയാണോ? നിധി ജനിച്ചു വളർന്ന ജീവിത സാഹചര്യം അതായിരിക്കാം, ശീലിച്ച രീതികളും അങ്ങനെ ആയിരിക്കാം. ആയിക്കോട്ടെ, ഒരബദ്ധം പറ്റി ഈ കുടുംബത്തിലേക്ക് വലിച്ചു കയറ്റി. സഹിച്ചല്ലേ പറ്റൂ. സഹിച്ചു. ഇപ്പതേ പോരാത്തതിന് ഗൗതമനെയും കൂടി അവളുടെ വഴിക്ക് കൊണ്ടുപോയേക്കുവാ. എന്താ കാര്യം വെച്ച ഒന്ന് തെളിച്ചു പറ വസു. മരുമോള് ഗൗതമനെയും കൂട്ടി തെരുവിൽ തെണ്ടാൻ ഇറങ്ങിയിരിക്കുന്നു, പിച്ചച്ചട്ടിയുമായിട്ട്. ഗൗതമും നിധിയും കൂടി റോഡിൽ നിന്ന് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കൈനീട്ടി പിച്ച വാങ്ങുന്ന വീഡിയോസ് സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലായിട്ടുണ്ട്, അറിയോ? ഓരോ വലിയ വലിയ ബിസിനസ്സുകാരെ വിളിച്ച് ചോദിക്കുന്നത് എന്താണെന്നറിയോ? റോഡിലിറങ്ങി ഭിക്ഷ എടുക്കാനും മാത്രം ഈശ്വരമംഗലം ഗ്രൂപ്പ് തകർന്നോ എന്ന്. സത്യം പറഞ്ഞ വസു പറയുന്നത് എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മനസ്സിലാവില്ല. ഏട്ടനും ഏട്ടത്തേക്ക് ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഭവിഷ്യത്തുകളെ കുറിച്ചുള്ള ചിന്തയുമില്ല. അതുകൊണ്ട് തന്നെ മരുമോള് കാണിക്കുന്നതിനെല്ലാം ഒത്താശ ചെയ്യുകയും ചെയ്യും. നിധി എന്ത് ചെയ്തെന്നാ വസു ഈ പറയുന്നത്? ഞാൻ പിന്നെ ഇത്ര നേരം എന്താ എടുത്തി പറയുന്നത്? ഗൗതമിനെയും കൂട്ടി നിധി റോഡിൽ ഇറങ്ങി നിന്ന് വഴിയെ പോന്നവരോടെല്ലാം കൈ നീട്ടി യാചിച്ച് പണം സ്വരൂപിക്കുന്നു. ഓൺലൈൻ മീഡിയാസിലൊക്കെ ഹോട്ട് ന്യൂസ് ഇപ്പൊ അതാണ്. പറയുന്ന പേര് നിധിയുടെ അല്ല എന്ന് മാത്രം. ഈശ്വരമംഗലത്തെ ഗൗതം ഗോപിനാഥ് ഭിക്ഷ എടുക്കാൻ ഇറങ്ങിയതാണ് എന്നാണ് ഇന്നത്തെ സെൻസേഷണൽ ന്യൂസ്. നാണക്കേടെന്ന് പറഞ്ഞ ഇതീ പരം നാണക്കേട് ഇനി വരാനില്ല. ക്ലബിന്ന് ഷാലു വിളിച്ചു. വസുന്ധരയ്ക്ക് നാണം തോന്നുന്നില്ലേ എന്ന് അവൾ എന്നോട് ചോദിച്ചത്. ഇവരോടൊക്കെ ഞാൻ എന്തു മറുപടിയാ പറയേണ്ടത്? എന്തായാലും നിധിയും ഗൗതം ഒന്നിങ്ങോട്ട് വന്നോട്ടെ. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ചോദിച്ചറിയാം. അയ്യോ, വിശദീകരണം ചോദിച്ച് ശരിയോ തെറ്റോ എന്ന് ചോദിക്കാനൊന്നും അല്ല ഞാൻ ഏട്ടനോട് ഇത് പറഞ്ഞത്. അവളുടെ തോന്നിയവാസത്തിന് ഇന്നത്തോടെ ഒരു അറുതി വരുത്തണം. അല്ലെങ്കിൽ ഈശ്വരമംഗലത്തിന്റെ പേര് നിങ്ങളുടെ മരുമകളെടുത്ത് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയും. പറഞ്ഞില്ലാന്ന് വേണ്ട. എന്താ എല്ലാവർക്കും ഒരു മൗനം? ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കല്ലേ ഗൗതം. നീ ഇന്ന് റോഡിലിറങ്ങി തെരുവ് തെണ്ടുകളെ പോലെ ഭിക്ഷ യാചിച്ചു അല്ലേ? അയ്യോ അമ്മ, അത് ഭിക്ഷ യാചിക്കലല്ല. സ്റ്റോപ്പ് ഇറ്റ്. നിന്റെ പ്രവൃത്തികൾ കണ്ട് ലോകം മുഴുവൻ ചിരിക്കുകയാണ്. അതിനെ ഭിക്ഷ അല്ലാന്ന് പറഞ്ഞ് നീയും ചിരിച്ചു തള്ളുന്നു.
നോക്ക്, കണ്ടു നോക്ക്. ഇപ്പൊ സോഷ്യൽ മീഡിയാസ് മുഴുവൻ നിന്റെ വാർത്തയാണ്. ദാ ഇന്നത്തെ ചൂടുള്ള വാർത്ത നിങ്ങളീ കണ്ട ദൃശ്യങ്ങൾ തന്നെയാണ്. ഒരു ചോദ്യം മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. ലീഡിംഗ് ബിസിനസ്മാനായ ഗൗതം ഗോപിനാഥിന് എന്താണ് സംഭവിച്ചത്? ഭാര്യയും കൂട്ടി തെരുവിലിറങ്ങി പിരിവെടുക്കാനും മാത്രം അയാളെ എന്തായിരിക്കാം മാറ്റിയത്? കണ്ടല്ലോ, തൃപ്തിയായല്ലോ. വാർത്തകൾ വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇതെന്താ ഗൗതം ന്യൂസ് ഇങ്ങനെ? അത് നമ്മൾ നല്ലതിന് വേണ്ടി ചെയ്തതല്ലേ. ചില ഓൺലൈൻ മീഡിയക്കാർ ഇങ്ങനെയാണ്. റീച്ചിന് വേണ്ടി അവർ വാർത്തകൾ വളച്ചൊടിക്കും. വാർത്തകൾ വളച്ചൊടിച്ചോ നേർവഴിക്ക് കൊണ്ടുപോയോ എന്നുള്ളതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഈ നാണക്കേടിന് എന്ത് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക്? എന്താ ഗൗതം ഇത്? സത്യത്തിൽ എന്താ ഉണ്ടായത്? ഇതൊക്കെ മോശമല്ലേ? അയ്യോ അച്ഛാ, ഞങ്ങൾ ഈ പിരിവിനിറങ്ങിയത് നല്ല കാര്യത്തിന് വേണ്ടി. എന്ത് നല്ല കാര്യം? കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കി വെക്കുന്നതാണോ നല്ല കാര്യം? അമ്മേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് ഞങ്ങൾ ചെയ്ത് തെറ്റാണോ എന്ന് തീരുമാനിക്കേ. നിധിയുടെ സ്കൂളിൽ ഒരു കെട്ടിട നിർമ്മാണത്തിന് വേണ്ട ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് CK ചന്ദ്രബോസ് ആയിരുന്നു. നിധിയോടുള്ള വൈരാഗ്യത്തിന് അയാൾ അത് പെട്ടെന്ന് നിർത്തിവെച്ചപ്പോൾ സ്കൂൾ PTA അത് ജനകീയമായ സഹായത്തോടെ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. ജനകീയമായി പണം സ്വരൂപിച്ച് അതിന്റെ പണി പൂർത്തിയാക്കാനാണ് അവർ തീരുമാനിച്ചത്. ഞാനും ടീച്ചേഴ്സും പേരൻസും കുട്ടികളും എല്ലാവരും ചേർന്ന് റോഡിൽ നിന്ന് ജനങ്ങളിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുമ്പോ ഒന്നും അറിയാതെയാ ഗൗതം ആ വഴിക്ക് വന്നത്. നല്ല കാര്യമല്ലേന്ന് കരുതി ഗൗതവും ഞങ്ങളുടെ ഒപ്പം ചേർന്നു. അതിന്റെ വീഡിയോ ആണ് ഇപ്പൊ പ്രചരിക്കുന്നത്. അയ്യോ, സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പൈസ പിരിക്കാൻ ഇറങ്ങിയത്. അതൊരു നല്ല കാര്യല്ലേ? ദേ എടുത്തി, വെറുതെ വിവരക്കേട് പറയല്ലേ. ദാരിദ്ര്യം പിടിച്ച ആ സ്കൂളിലെ കുട്ടികൾ പഠിക്കോ പഠിക്കാതിരിക്കോ ഏതെങ്കിലും മരത്തണലിരിക്കോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. അതിന് നമ്മൾക്കെന്താ? വരുന്നവരുടെയും പോകുന്നവരുടെയൊക്കെ മുന്നില് ഇവര് നിന്ന് കൈനീട്ടുക, ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുക, ഓരോരുത്തരായി സുഹൃത്തുക്കളെ വിളിച്ച് അതിന്റെ പേരിൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ഉണ്ടായിരുന്ന അഭിമാനം മുഴുവൻ പോയി കിട്ടിയില്ലേ? എല്ലാത്തിനും കാരണക്കാരി ഈ നിധി ഒറ്റ ഒരുത്തിയാ. ഗൗതം ഗോപിനാഥ് എന്ന പേരിന് സമൂഹത്തിൽ ഒരു നിലയും വിലയും ഉണ്ട്. ആ പേരിനെയാണ് ഇന്ന് നീ തെരുവിൽ കൊണ്ടു നിർത്തി കൈനീട്ടിച്ചത്. നിന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് നീ ചത്താലും കെട്ടാലും പട്ടിണി കിടന്ന് അവസാനിച്ചാലും അതൊരു വാർത്തയായി വരില്ല.